നമോ ഭഗവതേ വാസുദേവായ. നാളെ അപര ഏകാദശിയാണ്. മഹാവിഷ്ണുവിനെ ത്രിവിക്രമനായി സങ്കല്പിച്ചു പൂജിക്കുന്ന മേടമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ അപര ഏകാദശി മെയ് 13 ബുധനാഴ്ചയാണ്. ജ്യേഷ്ഠമാസത്തിലെ ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ധനവും കീർത്തിയും പാപമോചനവും ലഭിക്കും. മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനന്റെ വിശ്വരൂപത്തെയാണ് ത്രിവിക്രമൻ എന്ന് വിളിക്കുന്നത്. 3 ചുവടുകൾ കൊണ്ട് ഈരേഴു 14 ലോകങ്ങളും അളന്നെടുത്തവൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. അസുര ചക്രവർത്തിയായ മഹാബലിയിൽ നിന്നും സ്വർഗരാജ്യം പിടിച്ചെടുത്ത് ദേവന്മാർക്ക് നൽകാനുമാണ് വിഷ്ണു വാമനനായി അവതരിച്ചത്. മഹാബലിയിൽ നിന്ന് ഭിക്ഷയായി ലഭിച്ച 3 അടി മണ്ണ് അളക്കാൻ വിഷ്ണു ത്രിവിക്രമരൂപം പൂണ്ടു. ആദ്യത്തെ ചുവട് കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു. 2ാമത്തെ ചുവട് കൊണ്ട് ആകാശവും സ്വർഗവും അളന്നു. 3ാമത്തെ ചുവട് വയ്ക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ ബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. ഭഗവാൻ ബലിയുടെ തലയിൽ ചവിട്ടി അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയച്ചു. ത്രിവിക്രമന്റെ ഈ 3 ചുവടുകൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളെയും അതിജീവിച്ച് പരമമായ മോക്ഷം നൽകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ ഏകാദശിക്ക് അജല ഏകാദശി എന്നും പേരുണ്ട്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ മഹാപാപങ്ങൾ പോലും അകലും എന്നാണ് വിശ്വാസം. പാപങ്ങളാണ് എപ്പോഴും ദുരിതങ്ങളും തടസ്സങ്ങളുമായി കലാശിക്കുന്നത്. പാപം തീർന്നാൽ തടസ്സങ്ങൾ അകന്ന് ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. ഇഹത്തിലും പരത്തിലും എല്ലാ സൗഭാഗ്യവും സമ്മാനിക്കുന്ന വ്രതമാണ് ഏകാദശി. അപര എന്നാൽ അപാരമായ, പരിധിയില്ലാത്ത, വളരെയധികം എന്നെല്ലാം അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നവരെ വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു. കൊടും പാപങ്ങളിൽ നിന്ന് പോലും മോചിപ്പിക്കുന്നു. ഈ വ്രതം നോറ്റാൽ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനവും ലഭിക്കുന്നു. സൂര്യൻ അന്ധകാരത്തെ നശിപ്പിച്ച് വെളിച്ചം പ്രദാനം ചെയ്യുന്നത് പോലെ അപര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ പാപങ്ങളും തീരും. പാരണ വീടുന്ന സമയം മെയ് 14 രാവിലെ 6:33 തൊട്ട് 10:16 AM വരെയാണ് പാരണ വീടേണ്ട സമയം. എല്ലാവർക്കും അപര ഏകാദശി ആശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.